ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒന്നുമല്ല. ഇത് വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും, അത് സൗന്ദര്യപരമായിട്ടായിക്കോട്ടെ ആരോഗ്യപരമായിട്ടായിക്കോട്ടെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. അതായത് മഞ്ഞൾപ്പാൽ. നിങ്ങളെല്ലാവരും അറിയായിരിക്കും, ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റ് കവറിലുള്ള മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ. നല്ല ആരോഗ്യ ഗുണമുള്ള മഞ്ഞൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. ഇതിൻ്റെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമ്മൾ പാലിൽ വെറും ഒരു മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ദിവസവും കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ നിരവധി രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഗുണങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു സാധനമാണ് ഈ മഞ്ഞൾപ്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ചില ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. പിന്നെ ഈ ഒരു പാല് തയ്യാറാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. മെയിനായിട്ട് നമുക്ക് മഞ്ഞൾപ്പാൽ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും മഞ്ഞൾപ്പാൽ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ മഞ്ഞളിൻ്റെയും പാലിൻ്റെയും ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. അത് രണ്ടും ഹെൽത്തി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവ രണ്ടും ചേർന്നാൽ നിരവധി ഗുണങ്ങളും അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഗുണങ്ങളാൽ സമ്പന്നമായ സാധനമാണ് ഈ ടർമറിക് മിൽക്ക് എന്ന് പറയുന്നത്. ശരീരത്തിൽ പല രോഗങ്ങൾ കൊണ്ടും നമ്മൾ ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുന്നെയാണ് ഒരു ഗ്ലാസ് മഞ്ഞൾ ചേർത്ത പാല് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുടിക്കുന്നവർ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഇരട്ടിയാകും. മഞ്ഞൾപ്പാൽ ദിവസവും കുടിക്കുന്നത് വഴി ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമ്മളെ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടും. അതായത് ബ്ലഡ് ശുദ്ധീകരിക്കുന്നതിന് അതിനുള്ള എല്ലാ വിഷവസ്തുക്കളും നീക്കം ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറു ചൂടുള്ള മഞ്ഞൾപ്പാൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധികം തണുപ്പിച്ച്, അതായത് തീരെ ആറ്റിക്കളഞ്ഞ് കുടിക്കരുത്. കുറച്ച് ഇളം ചൂടിൽ കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ. മഞ്ഞൾ നമ്മുടെ രക്തക്കൊഴലുകളെ നന്നായി ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൽ ഉടനീളം തന്നെ മെച്ചപ്പെട്ട രക്തചംക്രമണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ നമ്മുടെ ചർമ്മം ഉണ്ടല്ലോ, നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ദീർഘകാലം ഗുണം തന്നെ അതിനുണ്ട്. പിന്നെ ഹൃദയരോഗങ്ങൾ പിന്നെ എന്താ പറയുക, അതിനെ ഒരുപാട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ സഹായിക്കും. അതായത് രക്തക്കൊഴലുകളെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ദിവസേന ഇത് നമ്മളെ ഉള്ളിലേക്ക് എന്താ പറയുക, നാം ദിവസേന ഇത് കുടിക്കുമ്പോൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന വിഷവസ്തുക്കളെ പുറന്തള്ളാനും മഞ്ഞൾപ്പാൽ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ വിഷവസ്തുക്കൾ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ എത്തുന്നില്ലാന്ന് ഇത് ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രക്തധമനികളുടെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരേൻ്റെ അളവ് നിയന്ത്രിക്കാനും ഈ ഒരു മഞ്ഞൾപ്പാൽ നമ്മളെ സഹായിക്കും. പിന്നെ തലവേദന ഉള്ളവർക്ക് മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. മലിനീകരണവും ചുറ്റുമുള്ള മറ്റ് മാലിന്യങ്ങൾ മൂലം ഉണ്ടാകുന്ന മൂക്കിലെ അണുബാധ ഉണ്ടല്ലോ, അത് നമുക്ക് പലർക്കും അലർജി ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഈ തലവേദന അനുഭവപ്പെടും. എന്തായാലും പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, അലർജി കൊണ്ടുള്ള തലവേദന. അപ്പോൾ മഞ്ഞൾപ്പാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ്. അതുപോലെ തന്നെ കഫക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ തലവേദന ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ചർമ്മത്തിന് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾ പ്രകൃതിദത്തമായ ഒരു ആൻറ്റിസെപ്റ്റിക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു മുറിവ് വന്നാൽ പോലും മഞ്ഞൾ വെച്ച് കൊടുക്കാറുണ്ടല്ലോ. കൂടാതെ ഫേസ് പാക്കുകളിലും ഫലപ്രദമായ ഒരു ഘടകം എന്ന് പറയുന്നത് എപ്പോഴും മഞ്ഞളാണ്. പ്രത്യേകിച്ച് ചർമ്മത്തിലെ കറുത്ത പാടുകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ മഞ്ഞൾ മുന്നിൽ തന്നെയാണ്. മഞ്ഞൾപ്പാൽ സ്ഥിരമായി കുടിക്കുന്നത് കാലക്രമേണ നമ്മുടെ മുഖത്തിൻ്റെ പാടുകളും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം തടയാനും നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കാനും ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മുഖക്കുരു അകറ്റാൻ എല്ലാവർക്കും അറിയായിരിക്കും. മുഖക്കുരു അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമഞ്ഞൾ അരച്ച് തേക്കാറുണ്ട്. മഞ്ഞൾ ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു സാധനമാണ്. അതിനാൽ തന്നെ ഇത് മുഖക്കുരു വിരുദ്ധ ഫേസ് പാക്കുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളിൽ സമ്പന്നമായ ഉള്ളടക്കം മുഖക്കുരു അകറ്റുന്നത് പോലെ തന്നെ ഈ കുരു പിന്നെ വരാണ്ടിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം മഞ്ഞൾപ്പാലിൽ, അതായത് ഈ മഞ്ഞൾപ്പാലിൽ പഞ്ഞി മുക്കിയിട്ട് നമ്മുടെ ചർമ്മ ദിവസവും തുടച്ചാൽ മതി. ഒരു കുരുള്ള ഭാഗങ്ങളിൽ ദിവസവും തുടച്ചാൽ അതേപോലെ തന്നെ ഇത് കുടിക്കുന്നതും നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ മഞ്ഞൾപ്പാൽ കുടിക്കാറുണ്ട്. മഞ്ഞൾപ്പാൽ കുടിക്കുന്നത് ശരീരത്തിലെ നമ്മുടെ ഈ ദഹന പ്രക്രിയ ഉണ്ടല്ലോ, അത് നന്നായിട്ട് മെച്ചപ്പെടുത്തും. ഇത് ശരീരത്തിലെ കൊഴുപ്പ് എരിച്ച് കളയാൻ സഹായിക്കുകയും ചെയ്യും.
പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സന്ധിവേദനയ്ക്ക് ആശ്വാസം കഴിക്കും. മഞ്ഞളിലെ എന്താ പറയുക ക്യാപ്സൈഡിൻ എന്ന അറിയപ്പെടുന്ന പ്രകൃതിദത്തമായ ഒരു വേദന സംഹാരി ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേദനയുള്ള ഭാഗത്ത് ഇത് ഫലം ചെയ്യുന്നത്. മഞ്ഞൾപ്പാൽ പതിവായി കഴിക്കുന്നത് സന്ധിവേദനയിൽ നിന്ന് മുക്തി നേടാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് ജലദോഷമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഇൻഫ്ലുവൻസ ജലദോഷം മറ്റ് വൈറസുകൾ എന്നിവയായിട്ട് നിർത്താനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഈ മഞ്ഞൾ. കൂടാണ്ട് തൊണ്ടയിലെ അണുബാധകളെ ചികിത്സിക്കാനും ഈ പാൽ ഫലപ്രദമാണ് കേട്ടോ. ഇവ രണ്ടും ചേർന്ന് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജലദോഷം തടയാനും ഇത് ഇതാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കരൾ മഞ്ഞളിന് വിഷാംശം ഇല്ലാതാക്കുന്ന ഹൈപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് ഫലം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ പരിപാലിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കരളിന് ഉത്തരവാദിത്തമുണ്ടെന്നതിനാൽ തന്നെ ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വലിയ നേട്ടമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദഹനം മെച്ചപ്പെടുത്തുന്നത്, അതുപോലെ മഞ്ഞൾപ്പാൽ പ്രകൃതിദത്തമായി വീക്കം തടയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല. അതിനാൽ നെഞ്ചെരിച്ചൽ, അതുപോലെ വാഴുകോപോ ഇതെല്ലാം ഇത് അകറ്റാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പാൽ സഹായിക്കും. അപ്പോൾ അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് മഞ്ഞൾപ്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞൾപ്പാൽ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞതും ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വിറ്റാമിനുകളും ധാതുക്കളും സമ്പന്നമായ ഒരു ഉറവിടം എന്ന് വേണമെങ്കിൽ തന്നെ പറയും മഞ്ഞൾപ്പാലിന്. ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അണുബാധകൾക്കെതിരെ പോരാടാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നത്. പിന്നെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദിവസവും മഞ്ഞൾപ്പാൽ കഴിക്കുന്നത് വേദന നിയന്ത്രിക്കാൻ നല്ലതാണ്. പിന്നെ പ്രധാനമായി ഇതിൻ്റെ എന്താ പറയുക ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണമാണ് ഇത് നമ്മളെ വേദന കുറയുന്നത്. എല്ലുകളെ ബലപ്പെടുത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അസ്ഥിക്ഷയം അതേപോലെ തന്നെ സന്ധി വേദന ഉണ്ടാകാനുള്ള സാധ്യത മഞ്ഞൾപ്പാൽ കുറക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മഞ്ഞൾപ്പാലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞളിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളവും കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നുകിൽ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല പച്ച മഞ്ഞളുണ്ടല്ലോ, അത് ഒരു 5 മിനിറ്റ് പാലിലിട്ട് തിളപ്പിച്ച് കുടിക്കുക. അല്ലാന്നാണെങ്കിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.